ഹലോ, വീട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറയില്ല ഞാൻ സിസ്റ്റമാറ്റിക് ആണെന്ന്. പക്ഷേ അങ്ങനെയാണ് ഈ ഒരു വീഡിയോയുടെ റീസൺ എന്ന് പറയുന്നത് കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ റനായാസ് വ്ളോഗ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും ബൈ ഗോഡ്സ് ഗ്രേസ് സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ ക്യാപ്ഷനിൽ തന്നെ കണ്ടു കാണും. എങ്ങനെ നമുക്ക് ഹൗ ടു ഡു തിങ്സ് സിസ്റ്റമാറ്റിക്കലി എന്നുള്ള ഒരു ക്യാപ്ഷനാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ എന്നോട് ഞാൻ ബേസിക്കലി സിസ്റ്റമാറ്റിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നാൽ സത്യം പറഞ്ഞിരുന്നാൽ ഞാൻ അത്ര വലിയ സിസ്റ്റമാറ്റിക് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. പക്ഷേ എന്നിരുന്നാലും പൊതുവേ എൻ്റെ വർക്ക് പ്ലേസിൽ എൻ്റെ വീട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറയില്ല ഞാൻ സിസ്റ്റമാറ്റിക് ആണെന്ന്. പക്ഷേ എൻ്റെ വർക്ക് പ്ലേസിലൊക്കെ പൊതുവേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എന്നോട് സിസ്റ്റമാറ്റിക് ആണെന്നും ഓർഗനൈസ്ഡ് ആണെന്നും ഒക്കെ. അപ്പം എന്നോട് ചോദിച്ചിട്ടുമുണ്ട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ റീസെൻ്റായിട്ട് എനിക്ക് 1-2 എൻക്വയറീസും വന്നു ഇൻസ്റ്റയിൽ. മീൻസ് എങ്ങനെ കാര്യങ്ങൾ വർക്ക് പ്ലേസിലായിരുന്നെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ ഐ തോട്ട് ടു ഡു എ വീഡിയോ. അങ്ങനെയാണ് ഈ ഒരു വീഡിയോയുടെ റീസൺ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ വീഡിയോ ഇടാം. അല്ലാതെ നമ്മളിങ്ങനെ ഫേസ് ടു ഫേസ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ബോറടിക്കും. അപ്പോൾ ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത്ര വലിയ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരാളോ അങ്ങനെയൊന്നും ഒന്നുമല്ല. എല്ലാ സാധാരണ ഒരു മനുഷ്യനുള്ള പോലത്തെ മടിയും ചില സമയം ആക്റ്റീവായിരിക്കുക, ചില സമയത്ത് മടിയായിരിക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു നേച്ചറാണ് എൻ്റേതെന്ന് പറയുന്നത്. പിന്നെ ചില സമയം സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ സിസ്റ്റമാറ്റിക് ആവുന്നതാണ്. അല്ലാതെ ഞാൻ ബേസിക്കലി ഭയങ്കര വെൽ ഓർഗനൈസ്ഡ് സിസ്റ്റമാറ്റിക് ഒരു ചിട്ടി റോബോട്ട് മോഡലൊന്നും അല്ല കേട്ടോ. മടിയും ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്ത് വെക്കാറുള്ളത്, എങ്ങനെയാണ് ഞാൻ ഒരു പരിധിവരെ കറക്റ്റായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കാറുള്ളത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് ഇന്നത്തത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരു വലിയ താങ്ക് യു. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുമാത്രമല്ല ബെല്ലൈക്കണൊക്കെ അങ്ങ് അടിച്ച് പൊട്ടിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ പണികളൊക്കെ കുറച്ച് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഫസ്റ്റ് കാര്യം എന്താണെന്ന് ചോദിച്ചിരുന്നാൽ, എന്തൊക്കെയാണോ നമുക്ക് അന്നേ ദിവസം ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ റീസെൻ്റായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ നമുക്കിനി ചെയ്യാനായിട്ടുള്ളത്, അത് ഞാനൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാറുണ്ട്. അതിപ്പോൾ ജോലി സ്ഥലത്തെ കാര്യമാണെങ്കിലും വീട്ടിലെ കാര്യമാണെങ്കിലും ഞാൻ അങ്ങനെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാറുണ്ട്. ഇപ്പോൾ വീട്ടിലെ കാര്യം എന്ന് ഉദ്ദേശിച്ചത് നമുക്ക് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ തീർന്നു എന്നൊക്കെ ഉള്ളത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുമല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ ജോലി സ്ഥലത്ത് എന്ന് വെച്ചാൽ നല്ലത് ഡിപ്പെൻസ് ആണ്. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ വർക്ക് അതനുസരിച്ച് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിനെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യും. അപ്പോൾ എൻ്റെ വേ ഓഫ് പ്രയോറിറ്റൈസിങ് എന്ന് പറയുന്നത്, ഏതാണോ എനിക്ക് ചെയ്യാൻ ഇഷ്ടമല്ലാത്തത്, എല്ലാ ജോലിയും നമുക്ക് ഒരുപോലെ താല്പര്യമുള്ളതല്ലല്ലോ. അപ്പോൾ ഏതാണോ എനിക്ക് ചെയ്യാൻ ഇഷ്ടമല്ലാത്തത് പക്ഷേ നമ്മൾ ചെയ്തേ പറ്റൂ, അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണല്ലോ കൂടുതലും. അപ്പോൾ ഇഷ്ടമല്ലാത്തത് എന്താണോ അത് ഞാൻ ആദ്യമേ ചെയ്ത് തീർക്കും. എന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഞാൻ ലാസ്റ്റ് ചെയ്യാൻ വെച്ചേക്കും. കാരണം ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ബോറടിക്കത്തില്ല. നമ്മളത് എത്ര സമയം വേണമെങ്കിലും അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യും. പക്ഷേ അങ്ങനെയല്ലല്ലോ ഇഷ്ടമല്ലാത്ത കാര്യം. അപ്പോൾ അതുകൊണ്ട് അത് ആദ്യമേ ചെയ്ത് തീർക്കുക. എന്നിട്ട് ഇഷ്ടമുള്ള കാര്യം ഏറ്റവും ലാസ്റ്റ് ചെയ്യുക. അപ്പോൾ അതാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ്. ഇതൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ബുക്കിലൊക്കെ എഴുതി വെക്കാൻ തുടങ്ങിയത്. കാരണം ഒറ്റയ്ക്ക് നിൽക്കാൻ തുടങ്ങിയപ്പോൾ വർക്ക് പ്ലേസിലെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും രണ്ടും കൂടെ മിക്സായി പലതും ഞാൻ മറന്നു പോകാനൊക്കെ തുടങ്ങി. ചില കാര്യങ്ങളൊക്കെ വിട്ടു പോകാൻ തുടങ്ങി. അപ്പോഴാണ് ഞാനിങ്ങനെ എഴുതി വെക്കാനൊക്കെ തുടങ്ങിയത് കേട്ടോ. ഇനി എഴുതി വെക്കാൻ മടിയുള്ളവരാണെങ്കിൽ, നമ്മൾ പലരും ലേസി ആണല്ലോ ആൾക്കാർ. അപ്പോൾ എഴുതി വെക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഫോണിൽ നമുക്ക് തന്നെ ഇപ്പോൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിടാനുള്ള ഒരു സിസ്റ്റം ഉണ്ടല്ലോ. അപ്പം നമുക്ക് അങ്ങനെയാണെങ്കിലും ചെയ്തു വെക്കാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ മൈൻഡ് ഒരേപോലെ ആയിരിക്കത്തില്ല. നമ്മുടെ മൈൻഡിന് തന്നെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. ചില ദിവസം നമ്മൾ വളരെ ആക്റ്റീവായിരിക്കും, ചില ദിവസം വളരെ വളരെ ലോ ആയിരിക്കും. പക്ഷെ ഒരു കാര്യം ഓർക്കുക, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മളേ ഉള്ളൂ. അങ്ങനെ മൈൻഡൊക്കെ ഓക്കെ അല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചിരുന്നാൽ, ഐ വിൽ ഫൈൻഡ് സം ടൈം ഫോർ മൈസെൽഫ്. ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കും. അതിപ്പോൾ എല്ലാ ദിവസവും നമുക്ക് പറ്റിയെന്ന് വരില്ല, പക്ഷേ ഒരു അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്ക്
അത് ചിലപ്പോൾ നമ്മുടെ സെൽഫ് കെയർ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഷോപ്പിംഗ് ആയിരിക്കാം. എന്താണോ നമുക്ക് നമ്മളെ ഒന്ന് കൺസിഡർ ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ചിലപ്പോൾ മിററിലൊക്കെ നോക്കിയിട്ട് ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, ആർ യു ഓക്കെ, എന്തൊക്കെയാണ് നിൻ്റെ വിശേഷങ്ങളെന്നൊക്കെ ഞാൻ എന്നോട് തന്നെ ജസ്റ്റ് ചോദിക്കാറുണ്ട് കേട്ടോ. കാരണം നമുക്ക് നമ്മളെ ഒന്ന് അനലൈസ് ചെയ്യണമല്ലോ. നമ്മൾ ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലേ. സോ അതേപോലെ നമ്മൾ കുറച്ച് സമയം നമുക്കും കൂടെ വേണ്ടി സ്പെൻഡ് ചെയ്യണമല്ലോ. അപ്പോൾ സെൽഫ് കെയർ ആണോ, എന്താണോ നിങ്ങൾക്ക് സന്തോഷം തരുന്നത്, സോ സ്പെൻഡ് സം ടൈം ഫോർ യുവർ സെൽഫ്. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അന്നേരം നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് ഫീൽ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അങ്ങനെ നമ്മൾ ഇടയ്ക്ക് നമ്മളെ ഒന്ന് റിഫ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കുള്ള പണികളൊക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണോ ഇനി ചെയ്ത് തീർക്കാനുള്ള ജോലികൾ, അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കാൻ നമുക്ക് തോന്നും കേട്ടോ. പിന്നെ അതേ ആ ബാക്കിൽ കാണുന്ന ആ ഒരു ബോർഡ് കണ്ടോ, ഞാനതിനെ മൈ ഹൈലൈറ്റ്സ് എന്നാണ് ഞാനത് പറയാറുള്ളത്. നമ്മൾ എന്തൊക്കെയാണോ ആകാൻ ആഗ്രഹിക്കുന്നത്, ഫോർ എക്സാമ്പിൾ ഐ ആം എ വണ്ടർഫുൾ വുമൺ, ഐ ആം എ സൂപ്പർ വൈഫ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പോസിറ്റീവായിട്ടുള്ള കോട്ട്സ് നമ്മൾ തന്നെ ചെയ്ത് അങ്ങനെ വെച്ചേക്കുന്നതൊക്കെ വെക്കുമ്പോൾ, അങ്ങനെയൊക്കെ ഇടയ്ക്ക് കാണുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമാണ്. അപ്പം നമ്മൾ എത്ര മൈൻഡ് ഡൗൺ ആയിട്ട് ഇരുന്നിരുന്നാലും നമുക്കപ്പോൾ തോന്നും, അയ്യോ ഇതൊക്കെ ആകാനായിരുന്നല്ലോ ഞാൻ ആഗ്രഹിച്ചത്. സോ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ ഈ വക ടിപ്സൊക്കെ നന്നായിരിക്കും കേട്ടോ. പിന്നെ ഇത് ഞാൻ തന്നെ ചെയ്തു വെച്ചേക്കുന്ന ഒരു സംഗതിയാണ് കേട്ടോ. ഇതിനെ ഫ്രെയിമെന്നൊന്നും വിളിക്കാനായിട്ട് പറ്റത്തില്ല, കാരണം ഈ ബെഡ്ഷീറ്റൊക്കെ വാങ്ങുമ്പോൾ അതിനകത്ത് ഹാർഡ് ബോർഡ് വെച്ചേക്കുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊന്ന് കവർ ചെയ്തിട്ട് വരച്ച് വെച്ച ഒരു സംഗതിയാണിത്. ഞാൻ വലിയ ചിത്രകാരിയൊന്നും അല്ല. പിന്നെ അതിൻ്റെ ഈ റോസ് ഫ്ലവർ അതെൻ്റെ ഹസ്ബൻഡ് വരച്ചതാണ്, അതുകൊണ്ടാണ് അതിന് കുറച്ച് പെർഫെക്ഷൻ ഉള്ളത്. അപ്പോൾ അല്ലാതെ എനിക്ക് അധികം വരയ്ക്കാനൊന്നും അറിയില്ല. പിന്നെ എന്നിരുന്നാലും നമുക്ക് ഉള്ള കഴിവുകളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് വെക്കാറുണ്ട്. എൻജോയ് യുവർ ലൈഫ്, ഇതും ഇതേപോലെ ഹാർഡ് ബോർഡ് വെച്ചിട്ട് ഞാൻ ചെയ്തതാണ്, കളർ ചെയ്തിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള കോട്ട്സും കാര്യങ്ങളും ഒക്കെ വെച്ചേക്കുമ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് ഫീല് വരും. അതായത് നമ്മുടെ വിൻഡോസൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി നല്ല ഒരു ഫ്രഷ് എയറൊക്കെ കയറുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊന്ന് റിഫ്രഷ് ആവും, നമ്മുടെ മൈൻഡ് മാറും, നമ്മൾ പോസിറ്റീവായിട്ട് നമുക്ക് എന്തൊക്കെയാണോ നമ്മുടെ പണികളുള്ളത് അതൊക്കെ ഒന്ന് ചെയ്യണമെന്ന് തോന്നും. പിന്നെ എല്ലാത്തിലും ഉപരി നമ്മുടെ ബെഡ് സ്പേസ് അത് വൃത്തിയാക്കി ഒന്ന് വെച്ചേക്കാം. ഈ ഉള്ള തുണികളെല്ലാം കൂടെ അതിൻ്റെ മണ്ടയ്ക്ക് വാരിയിടാതെ അതൊന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ച് നമ്മുടെ ആ ഒരു റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിങ്ങും വരും. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ പറയുന്നതാണ് കേട്ടോ. നമ്മുടെ മൈൻഡൊന്ന് റിഫ്രഷായി നമുക്കുള്ള പണികളൊക്കെ എന്തൊക്കെയാണോ അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കാമെന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എന്നെ തന്നെ ഒന്ന് റിഫ്രഷ് ചെയ്ത് ഓർഗനൈസ് ആക്കി ഒന്ന് സിസ്റ്റമാറ്റിക് ആക്കിയൊക്കെ കൊണ്ടുവരുന്ന രീതികൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.